കാരണം UDF നേതാക്കന്മാരും അൻവറും തമ്മിൽ സൗഹൃദ ചർച്ചകൾ തുടരുമെന്നും ഒരു പത്രത്തിൽ ഞാൻ കാണുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കാര്യമാണ് വ്യക്തമാവുന്നത്. കാരണം UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDFനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് പുറത്തേക്ക് പറയുന്നതെല്ലാം യഥാർത്ഥ സത്യം. ഒരുപാട് തർക്കങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും ഈ കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. അൻവർ തന്നെ ഇതിൽ പൂർണ്ണ സംതൃപ്തനല്ല എന്ന വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ നേരത്തെ പ്രചരിപ്പിച്ചതുപോലെയല്ല യാഥാർത്ഥ്യം. ഒരുപാട് അന്തസംഘർഷങ്ങൾ UDFനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ. അല്ല, ഇത് അൻവറിൽ കേന്ദ്രീകരിച്ചതല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങൾ അണിനിരത്താനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ശ്രമിക്കുക. വ്യക്തി കേന്ദ്രീകൃതമേ അല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങൾ അണിനിരത്തും. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാട്.